ഇനി നമ്മൾ കാനഡയിലേക്കാണ് പോകുന്നത്. അവിടെ വർഷങ്ങൾക്ക് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അജിംസ്ക, നാളെ ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ യോഗം ചേരാനിരിക്കുകയാണ്. എന്തായാലും ഉറപ്പാണ് നാളത്തെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യം ഉന്നയിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ അതിനു മുമ്പേ അങ്ങ് രാജിവെച്ച് ഒഴിയാമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് ഈ ലിബറൽ രാഷ്ട്രീയക്കാർക്ക് മൊത്തം കഷ്ടകാലമായിട്ടുള്ളൊരു സമയമാണിത്. അതിൻ്റെ നമുക്കറിയാം, ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കടന്ന് ചക്രശ്വാസം വരികയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ടൈമിലും, കഴിഞ്ഞ ടൈമിലും ഈ ടൈമിലുമായിട്ട് വലിയ തോതിലുള്ള ജനകീയ രോഷം, ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. ഇപ്പോൾ കാനഡയിലാവട്ടെ ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വലിയ തോതിലുള്ള ജനവികാരം നിലനിൽക്കുന്നു. അതേസമയം റൈറ്റ് വിങ്ങേഴ്സായിട്ടുള്ള ഭരണാധികാരികൾ നോക്കുക, അവർക്ക് ഇമാതിരി ഇടങ്ങേറുകളൊന്നുമില്ല. ഇപ്പോൾ ട്രംപ് ഭരിക്കുകയാണെങ്കിൽ പോലും ജനങ്ങൾ തെരുവിലിറങ്ങി അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നില്ല. അദ്ദേഹത്തിനെതിരെ വിമർശനമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ റൈറ്റ് വിങ്ങേഴ്സിന് അങ്ങനെയുള്ള തലവേദനകളില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ കാനഡയിൽ ഓരോ രാജ്യത്തും ഓരോ വ്യത്യസ്തമായ സംഭവങ്ങളാണ്. കാനഡയിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവെന്ന് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വരവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിയറി ട്രൂഡോ മുൻ പ്രധാനമന്ത്രിയാണ്. ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ 42-43 വയസ്സേ ഉള്ളൂ. സുന്ദരനാണ്, വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, വെൽ മാനേജ്ഡ് ആയിട്ടുള്ള, പല കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ കാനഡക്കാരെ സംബന്ധിച്ച് ആ ഒരു പുതിയ പ്രഭാതം പൊട്ടി ഉയർന്ന പോലെ സന്തോഷത്തോടെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൈമിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹം 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറഞ്ഞുപോയി. അപ്പോൾ ഇതിന് എന്താണ് കാരണം? അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നല്ലൊരു വിഷണറി ആയിട്ടുള്ള പ്രധാനമന്ത്രിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. അവിടെ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇത്രത്തോളം ഇതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നേതാവില്ല. ഇനി ആര് പ്രധാനമന്ത്രിയാവുമെന്ന് ചോദിച്ചാൽ അവരെ കാനഡക്കാരെ അറിയുപോലുമില്ല. അത്രമാത്രം എന്താണ് ഇദ്ദേഹത്തിന് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിന് തിരിച്ചടിയായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കാൻ പോകുന്ന സ്ഥലം കാനഡയാണ്. ഇന്ത്യയിൽ നിന്നും ആണ് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇമിഗ്രേഷൻ പോളിസി തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു തിരിച്ചടിയായിട്ടുണ്ട്. അതായത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള എത്രയോ വിദ്യാർത്ഥികളെ കൊണ്ട് വന്ന് പഠിച്ചോട്ടെ എന്നുള്ള അദ്ദേഹത്തിന് ആ തീരുമാനം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ അതിൽ റേസിസം ഒന്നും ഒരു പ്രശ്നമായിരിക്കില്ല. അപ്പോൾ ഇന്ത്യക്കാർ എവിടെ നോക്കിയാലും ഇന്ത്യക്കാരാണെന്ന് തോന്നിയിട്ട് കാനഡക്കാർ തിരിച്ചു വോട്ട് ചെയ്താനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഈ ബസ്സിലും ട്രെയിനിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഇപ്പോൾ മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണോ പോകുന്നത് തോന്നിപ്പോവും. മുഴുവൻ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മലയാളികളോ ഒക്കെ ആയിരിക്കും. ഇത് അവിടുത്തെ വൈറ്റ് ആയിട്ടുള്ള കനഡീഷ്യൻസ് ഉണ്ടാകുന്നൊരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അത് ഈ റേസിസം മാത്രമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ വർഷം ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള വീട് കിട്ടുന്നില്ലായിരുന്നു. അത്രയധികം ഇൻഫ്ലക്സാണ് ഉണ്ടായിട്ടുള്ളത്. വീട് കിട്ടുന്നില്ല, അവിടെ പോയിട്ട് താമസിക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ ടെൻ്റൊക്കെ കെട്ടിയ ആൾ താമസിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു, ആ കൊടും തണുപ്പത്ത് വീട് കിട്ടാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ എത്ര പേരെ കൊണ്ടുവരാം? അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, അവർക്ക് സഞ്ചരിക്കാനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ, ഇതൊന്നും ആലോചിക്കാതെ, കോളേജുകളിൽ സീറ്റുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ ധാരാളം പേരെ എടുത്തത് ഒരു വലിയ തോതിലുള്ള ജനങ്ങൾക്കൊരു വിപ്രതിത്വമുണ്ടാക്കി. മറ്റ് പല കാര്യങ്ങൾ, ഒരു അന്താരാഷ്ട്ര വിഷയങ്ങൾ പലതുമുണ്ട്. ഉദാഹരണത്തിന് നാറ്റോയ്ക്ക് കൊടുക്കേണ്ട ഫണ്ടിൻ്റെ അളവ്, കാരണം ട്രംപിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇദ്ദേഹം തന്നെയാണ് ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നത്. അപ്പോൾ ട്രംപും ഇദ്ദേഹം തമ്മിലുള്ള ഓരസലുകൾ പല അന്താരാഷ്ട്ര വേദികളിലും ദൃശ്യമായിരുന്നു. അത് നാറ്റോയുടെ വിഷയത്തിലാണെങ്കിലും ട്രേഡിൻ്റെ വിഷയത്തിലാണെങ്കിലും. അപ്പോൾ ഒന്ന്, ട്രംപ് റൈറ്റ് വിങ്ങറാണ്, ഇദ്ദേഹം ലിബറലാണ്. സ്വാഭാവികമായും ആ രാഷ്ട്രീയമായ ഒരസൽ അവിടെ ഉണ്ട്. ആ രാഷ്ട്രീയമായ ഒരസൽ കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ വലിയ തോതിൽ ഒലച്ചിട്ടുണ്ട്. നമുക്കറിയാം, കാനഡ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാജ്യം പോലെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം, അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രീമിയർഷിപ്പിൽ എന്നുള്ളത് കാനഡക്കാരെ സംബന്ധിച്ച് അത്ര സുഖകരമായൊരു കാര്യമല്ല. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, അത് വളരെ പ്രധാനമാണ്. അത് SNC ലാവ്ലിൻ കേസ് എന്നൊരു കേസുണ്ട്. ഇവിടുത്തെ ലാവ്ലിൻ കേസ് പോലെ അവിടെ ഒരു ലാവ്ലിൻ കേസുണ്ട് കാനഡയിൽ. അത് രസകരമാണ് അതിൻ്റെ കഥ. SNC ലാവ്ലിൻ എന്ന് പറഞ്ഞൊരു കനേഡിയൻ കമ്പനിയാണ്. തുടർച്ചയായി മാറ്റിവെക്കുന്നില്ലല്ലോ അല്ലേ? അതാണ് എൻ്റെ രസം. ഈ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ്. അത് ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്ന രസമാണ്. SNC ലാവ്ലിൻ ഒരു കനേഡിയൻ കമ്പനിയാണ്. അവർ ഗദ്ദാഫിയുടെ കാലത്ത് 2001-2011 കാലത്ത് ഗദ്ദാഫിയുടെ കാലത്ത് ലിബിയയിലൊരു കോൺട്രാക്ട് എടുത്തു. ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി അവർ കൈക്കൂലി കൊടുത്തു എന്നൊരു ആരോപണം കാനഡയിലുണ്ട്. നമ്മൾ അദാനിക്കെതിരെ അമേരിക്കയിലുണ്ടായ അതേ കേസ് കാനഡയിൽ SNC ലാവ്ലിനെതിരെ ഉണ്ടായി. അപ്പോൾ അവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, SNC ലാവിനെ സർക്കാർ കോൺട്രാക്റ്റുകളിൽ നിന്ന് ബാൻ ചെയ്യും, ഡിബാർ ചെയ്യും. ഒരു 10 വർഷമെങ്കിലും വരെ ഡിബാർ ചെയ്യും.
അങ്ങനെ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിൽ തന്നെ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ച് ഈ പ്രോസിക്യൂഷന് പകരം ഫൈൻ അടച്ച് അവർക്ക് കേസ് ഒഴിവാക്കി കൊടുക്കാമോ എന്നൊരു സമ്മർദ്ദം ചെലുത്തി. അപ്പം ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്ന വിവരം അവിടുത്തെ പ്രോസിക്യൂട്ടർ റിപ്പോർട്ടാക്കി പുറത്തു വിട്ടു. അത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇമേജിന് വലിയ തോതിലുള്ള തകർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ആൾ ഇദ്ദേഹവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജിവെച്ചു കഴിഞ്ഞ ഡിസംബറിൽ. അത് എൻ്റെ കാര്യം $250 വെച്ച് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി, നമ്മുടെ ഇവിടുത്തെ ഫ്രീബീസ് പോലത്തെ ഒരു പദ്ധതി, ആ പദ്ധതി ട്രൂഡോ പ്രഖ്യാപിച്ചിരുന്നു. അവസാനം ഈ പോപ്പുലാരിറ്റി ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം പിടിച്ചു കയറാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ്. ആ വിഷയത്തിൽ ഇവർ തമ്മിൽ തെറ്റി, ഇത് എത്ര പേർക്ക് കൊടുക്കും, അതിനുള്ള പൈസ എവിടെ എന്നുള്ള കാര്യത്തിൽ അവർ രാജിവെച്ചതാണ് ഏറ്റവും ഒടുവിലെ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് തന്നെ നയിക്കാനിടയായ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ സംഭവവികാസം. പിന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ-കാനഡ ബന്ധം ഉലഞ്ഞതാണ് ഒരു കാരണം എന്ന് പറയുന്നു. അതും ഒരു കാരണമായിരിക്കാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മൈനോറിറ്റി ഗവൺമെൻറ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു NDP എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയുടെ പിന്തുണയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ നിലനിന്നത്. അതൊരു സിഖ് പാർട്ടിയാണ്. അങ്ങനെയൊക്കെ സിഖുകാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ ഖലിസ്ഥാൻവാദികളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അത് ഇന്ത്യ-കാനഡ ബന്ധം വഷളാക്കി എന്നൊരു നിരീക്ഷണം കൂടി പറയുന്നുണ്ട്. അതൊരു കാരണമായിരിക്കാം. പക്ഷെ അതാണ് മോദിയെ പേടിച്ച് അദ്ദേഹം രാജിവെച്ചു എന്ന തരത്തിലുള്ള നറേറ്റീവ്സ് ഇന്ത്യ മാധ്യമങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല പ്രശ്നം, അതിലുപരിയായ പ്രശ്നങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞു തുടങ്ങി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് പിന്തുണ കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഈ പാർട്ടിയെ പ്രീണിപ്പിച്ച് സർക്കാർ നിലനിർത്താൻ ശ്രമിച്ചെന്നുള്ള മറ്റൊരു കാര്യമാണ്. അല്ലാതെ ജസ്റ്റിൻ ട്രൂഡോ ബന്ധം മൂലഞ്ഞതുകൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിടിവള്ളി ഇന്ത്യ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്നുള്ളതായിരുന്നു. അതിലും വലിയ അബദ്ധമായി മാറി. കാരണം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഷെയറിംഗ് രാജ്യങ്ങളായ അമേരിക്കയോ ഓസ്ട്രേലിയയോ UK ഒന്നും അദ്ദേഹത്തോടൊപ്പം നിന്നില്ല. ഏത് വിഷയത്തിൽ? ഈ നിജ്ജറിൻ്റെ കൊലപാതകത്തിൽ ഈ അമേരിക്ക പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല. ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ പോലും അവർ സൈലൻ്റായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ശക്തിയാണത്. ഇന്ത്യയെ പിണക്കാൻ ഈ വൻശക്തി രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വീഴ്ച പറ്റി. അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ ആഘാതം കുറച്ചുകൂടി കൂട്ടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത്രയേ ഉള്ളൂ, പൊതുവേ ലെഫ്റ്റിസ്റ്റുകൾക്കും ലിബറലുകൾക്കും ആയ രാഷ്ട്രീയക്കാർക്ക് നല്ല കാലമല്ല ഇത്. റഫൽക, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കാനഡയെ US-നോട് ചേർക്കേണ്ടി വരുമോ? അതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അദ്ദേഹത്തെ ശരിക്കും അവഹേളിക്കുകയായിരുന്നു, കാനഡയെ അവഹേളിക്കുകയായിരുന്നു. അതായത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് താരിഫൊക്കെ 25% വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പം അതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാനഡയിൽ ഉണ്ടാക്കി. പക്ഷേ ഇതിനോടൊന്നും കൃത്യമായി പ്രതികരിക്കാതെ ഒരു എന്താ പറയുക, ഒരു തണുപ്പൻ നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അത് വലിയ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും രാജ്യത്തെ ആകമാനം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന മോദിയോട് കളിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചത്. നേരത്തെ തന്നെ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതുമാത്രമല്ല, കുടിയേറ്റ നിയമത്തിൽ വെള്ളം ചേർത്തു. 16% കുടിയേറ്റം വർദ്ധിച്ചു. അതനുസരിച്ചുള്ള സാമ്പത്തിക നയങ്ങൾ അവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ തൊഴിലില്ലായ്മയുണ്ടായി, സാധനങ്ങളുടെ വിലവർധനവുണ്ടായി. ഇതൊന്നും കനേഡിയൻ ജനതയ്ക്ക് അത്ര വലിയ പരിചിതമായ കാര്യങ്ങളായിരുന്നില്ല. അതൊക്കെ ഒന്നിച്ച് വന്നതോടുകൂടി ആളുകൾ ഒന്നാകെ ഇദ്ദേഹത്തിനെതിരെ തിരിയാൻ തുടങ്ങി. അങ്ങനെയാണ് സർവേ വരികയും സർവേയിൽ വലിയൊരു ശതമാനം ആളുകൾ പറഞ്ഞത് ഇദ്ദേഹത്തിന് ജനപ്രീതി ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ അതൊരു സിഖ് സംഘടനയാണ്, അവർ പോലും ഇദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകാൻ നിന്നത്. അതായത് അടുത്തൊരു ഭരണം വരുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് അവർക്കൊക്കെ ഉറപ്പായിരുന്നു. അങ്ങനെ അവരെല്ലാം പതിയെ ഇദ്ദേഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖലിസ്ഥാൻവാദികളുമായി അടുക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ഇന്ത്യയോട് ഉടക്കേണ്ടി വരുന്ന അവസ്ഥയും നിജ്ജർ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോട് ഉടക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നത്. അതല്ലാതെ ആദ്യം തന്നെ പോയി മോദിയോട് കളിക്കുകയല്ല ഉണ്ടായത്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുടെ ഈ 8 ലക്ഷത്തോളം സിഖ് ജനസംഖ്യ ഉണ്ടെന്ന് അല്ല അജിംസെ, 8 ലക്ഷത്തോളം സിഖ് ജനസംഖ്യ അവരുടെയൊക്കെ പിന്തുണ ലഭിക്കാൻ വേണ്ടി ഇവരെ സഖ്യകക്ഷി കൂടിയാണ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു നയം സ്വീകരിച്ചത്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹം 3ാമത് അധികാരത്തിൽ വന്നതാണ്. കാരണം 2019 അദ്ദേഹം ജയിച്ചെങ്കിലും വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിൽ 2021 അതായത് കോവിഡിന് ശേഷം, കോവിഡ് കാലത്ത് അദ്ദേഹം ഒരുപാട് നല്ല പ്രവൃത്തികൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. പിണറായി വിജയനെ കുറിച്ച് പറയാറുണ്ട്, കോവിഡാണ് അദ്ദേഹത്തിന് 2ാം അധികാരത്തിൽ എത്തിച്ചത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം കോവിഡ് കാലത്ത് കൃത്യമായ
എല്ലാം അദ്ദേഹത്തിൻ്റെ നയം വളരെ കൃത്യമായിരുന്നു. അതനുസരിച്ച് ജനങ്ങൾ വളരെ തൃപ്തരായിരുന്നു. അതുകൊണ്ട് തന്നെ 2021 ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തോട് വരാൻ വേണ്ടി ആഗ്രഹിച്ചു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്തി. പക്ഷേ അദ്ദേഹത്തിന് ആ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താനും പറ്റിയില്ല. അങ്ങനെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നൊരവസ്ഥയിലേക്കാണ് 2021 ശേഷം അദ്ദേഹത്തിന് സംഭവിച്ചത്. അതിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നതോടുകൂടി ലോകക്രമത്തിൽ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു സൂചകമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. ട്രംപിനോട് ഏറ്റുമുട്ടിയാൽ അദ്ദേഹത്തിന് ആർക്കായാലും കൃത്യമായി അവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ് ഇത്. ട്രംപ് കൃത്യമായി ഇക്കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെ സ്റ്റേറ്റ് ആയിക്കോളൂ എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എത്രമാത്രം വൃത്തികെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അത്. അപ്പോൾ അതിനോടൊക്കെ വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പല രാജ്യങ്ങളും മാറുന്നു. തൊട്ട് അയൽ രാജ്യമായ കാനഡയ്ക്ക് പോലും ഈ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. അജിൻ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം വളരെ ലിബറലായ ഇടത് ചായ്വുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ രീതിയിലുള്ള ഒരു ഹീറോയിസം അദ്ദേഹത്തിന് ആ രാജ്യത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് പതിയെ നഷ്ടപ്പെടുകയും അവസാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അജിൻസ്കോ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇനിയിപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കുമോ ഇനി കാനഡ കടക്കുക? തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലാണ് നടക്കേണ്ടത്. അതിനു മുമ്പ് അദ്ദേഹം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പ്രധാനമന്ത്രിയെ തുടരും. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നയിക്കില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവരുടെ പാർട്ടി, ലിബറൽ പാർട്ടി, പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും. അങ്ങനെ മുഖമായി കൊണ്ടുവരാൻ പറ്റിയ ആരെങ്കിലും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നം ആ പാർട്ടിക്കുണ്ട്. അത്ര പോപ്പുലറായ മറ്റ് നേതാക്കൾ ഇദ്ദേഹവുമായി താരതമ്യം വളരെ പിന്നിലാണ് പോപ്പുലാരിറ്റിയിൽ. അതുകൊണ്ട് തന്നെ ഈ കൺസർവേറ്റീവ് പാർട്ടി, ഇവരുടെ എതിരാളികൾ ജയിക്കാനാണ് കൂടുതൽ സാധ്യത അടുത്ത ഇലക്ഷനിൽ. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം.